ഈ അൽത്താരയിൽ നിന്ന് സാക്ഷ്യം പറയാൻ അനുഭവിച്ച തിരുക്കുമാരനും ദൈവമാതാവിനും ഒത്തിരി നന്ദി. എൻ്റെ പേര് സോന, ഇതെൻ്റെ അമ്മ ട്രീസ. ഞാൻ അമ്മ 2019 ഏപ്രിലാണ് ഇവിടെ ഉടമ്പടി എടുക്കുന്നത്. അന്ന് ഞാൻ 12ാം ക്ലാസ്സിലും എൻ്റെ അനിയൻ 10ാം ക്ലാസ്സിലും എക്സാം എഴുതി നിൽക്കുന്ന സമയമായിരുന്നു. ഉടമ്പടി എടുത്ത് അത് കഴിഞ്ഞത് ഉടനെ തന്നെ ഞങ്ങൾക്ക് അതിന് നെക്സ്റ്റ് ആയിട്ടുള്ള പഠനത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഉടനടി നടക്കുകയും ചെയ്തു. അപ്പോൾ ആദ്യമായിട്ട് പറയാവുന്ന സാക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ എൻ്റെ അപ്പയ്ക്ക് കടയാണ്. അപ്പോൾ കട കഴിഞ്ഞ് അടയ്ക്കുന്ന സമയത്ത് എന്തോ സാധനം താഴത്തുനിന്ന് എടുത്ത് എഴുന്നേറ്റപ്പോൾ തൊട്ട് നെഞ്ചിനൊരു വിലക്കം പോലെയെന്ന് ഞങ്ങളടുത്ത് പറഞ്ഞു. അപ്പോൾ നെഞ്ചിൻ്റെ അവിടെയല്ല, നെഞ്ചിന് താഴെയായിട്ട്. അപ്പോൾ നമ്മൾ ഗ്യാസ് വരുന്ന പോലെ എന്ന രീതിയിലായിരുന്നു ഓർത്തത്. അപ്പോൾ അമ്മയും ഞാനും മരുന്നൊക്കെ കൊടുത്തു. അപ്പോൾ രാത്രിയാണെങ്കിലും ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറഞ്ഞു, എന്നാലും ഉറങ്ങി. പിറ്റേ ദിവസമായിട്ടും ഈ വേദന മാറാതെ വന്നപ്പം അപ്പോൾ പറഞ്ഞു അടുത്തുള്ളൊരു ക്ലിനിക്കിൽ പോയിട്ടൊരു പെയിൻ കില്ലർ പോലെ എന്തെങ്കിലും ഇഞ്ചക്ഷൻ എടുക്കാവുന്ന രീതിയിൽ. സാധാരണ അവിടെ ചെല്ലുമ്പോൾ പെയിൻ കില്ലർ തരുക ചെയ്യണം. പക്ഷെ അന്ന് ആ ഡോക്ടറിൻ്റെ മകൻ ഡോക്ടറായിരുന്നു ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു ECG എടുത്ത് നോക്ക്, നമുക്ക് എന്നിട്ട് ഇഞ്ചക്ഷൻ എടുക്കാമെന്ന്. അപ്പോൾ ECG എടുത്ത് നോക്കിയപ്പം വേരിയേഷൻ കാണിച്ചു. അപ്പം ഡോക്ടർ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, കാർഡിയോളജി സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞു. അപ്പം കടയായിരുന്ന സ്ഥിതിക്ക് അമ്മ കടയിലിരുന്നു, ഞാനും അപ്പയും വേറെ ചേട്ടനും കൂടെ കുറച്ച് അകലെയുള്ള ഒരു ഹോസ്പിറ്റൽ, കാർഡിയോളജി സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഹോസ്പിറ്റലിൽ ചെന്നു. അപ്പോൾ വിവരങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്കൊരു ഡ്രോപ്പ് ടെസ്റ്റ് ചെയ്യാം. ഡ്രോപ്പ് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കിപ്പം അത് പോസിറ്റീവ് ആണെങ്കിൽ അറ്റാക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നതാണ്. അപ്പോൾ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു ആൻറ്റിയും അങ്കിളും വന്നു. അപ്പോൾ പുറത്തേക്ക് ഡോക്ടർ വന്നിട്ട് പറഞ്ഞു മോള് വരണ്ട. ആൻറ്റി അങ്കിളോട് ഉള്ളിൽ കയറിയിട്ട് പറഞ്ഞു പോസിറ്റീവാണ്, അതായത് അറ്റാക്കായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നെന്ന രീതിയിൽ. ഉടനെ തന്നെ അവർ എമർജൻസിയിലായിരുന്നു. ഉടനെ തന്നെ അവിടുന്ന് ICUലോട്ട് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കായിരുന്നു നിന്നിരുന്നത്. അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാത്തൊരു രീതിയിലായിരുന്നു. എന്നാലും ഞാൻ ഒന്നും പറ്റത്തില്ല എന്ന രീതിയിൽ തന്നെ ഇരുന്നത്. പിറ്റേ ദിവസം വൈകുന്നേരമാണ് ആൻജിയോഗ്രാം ചെയ്യണത്. അപ്പോൾ അമ്മയൊക്കെ വന്നു. അപ്പം നമുക്ക് ഇടയ്ക്ക് രാവിലെ സമയങ്ങളിൽ ഇടയ്ക്ക് നമുക്ക് ICUവിൽ കയറി കാണാനുള്ളൊരു അവസരം അവർ തന്നായിരുന്നു. ആ സമയത്തൊക്കെ അമ്മ കാശുരൂപം കൊടുക്കുകയും തൈലം കൊണ്ട് കുരിശ് വരയ്ക്കുകയും തേൻ കൊടുക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ 2-3 പ്രാവശ്യം ചെയ്തു. അപ്പോൾ കൊണ്ടുപോകുന്നതിന് മുന്നേ അമ്മേനെ ഉള്ളിൽ കയറ്റി. അപ്പോൾ ആ സമയത്ത് അമ്മ ഈ തേനുമായിട്ട് വരുന്നത് കണ്ടപ്പം നേഴ്സ് നിർത്താൻ പറഞ്ഞിട്ട് അപ്പോഴും കൊടുത്തു. എന്നിട്ട് കയറുന്നതിന് മുന്നേ ഡോക്ടർ അമ്മയുടെ നിന്ന് കൺസെൻറ്റ് ഫോമൊക്കെ വാങ്ങിച്ചു. കാരണം നമ്മൾ ചെയ്യുമ്പം ഉണ്ടെങ്കിൽ അപ്പം തന്നെ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുവാണ് എന്ന രീതിയിൽ പറഞ്ഞു. അപ്പം ഞാൻ പുറത്ത് നിൽക്കും. അപ്പം കൃപാസനത്തിൽ ലൈവ് ഉണ്ട്. അപ്പോൾ അതിൽ ഞാൻ നിയോഗം ഇട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പം ഡോക്ടർ വീണ്ടും വന്നിട്ട് പറഞ്ഞു നമ്മളിത് തുടങ്ങാൻ പോവാണ്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളോട് പറയത്തില്ല, അപ്പം തന്നെ ഇടാൻ പോവാന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ പ്രാർത്ഥിച്ചു. കുറച്ച് കഴിഞ്ഞ് ഡോക്ടർ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു ചെയ്തു, പക്ഷേ കുഴപ്പമൊന്നുമില്ല, കാരണം നെർവിലെ ബ്രാഞ്ചിലാണ്, അത് സ്റ്റെൻഡ് ഇടേണ്ടതൊന്നും ആവശ്യം പോലും ഇല്ല, അത് അത്രയും ചെറുതായിട്ടുള്ള സാധനം, അതുകൊണ്ട് അത് ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് തലേദിവസം പോസിറ്റീവായി, അതായത് അറ്റാക്ക് ഉണ്ടാവേണ്ട തരത്തിൽ ഒരു ബ്ലോക്കും ഇല്ലായിരുന്നു. അപ്പോൾ അന്ന് ഞാനും അമ്മയും പറഞ്ഞതാണ് ഞങ്ങളിവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന്. രണ്ടാമത്തെ സാക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പയുടെ അനിയൻ, തൊട്ടിളയ അനിയൻ സൗത്ത് ആഫ്രിക്കയിലാണ്. അപ്പോൾ അനിയൻ 2 ദിവസമായിട്ട് പനിയായത് കണ്ട് ആശുപത്രി ചെന്നപ്പം ഡോക്ടർ പറഞ്ഞു നമുക്ക് എന്തോ ചെക്ക് ചെയ്യുന്ന സമയത്ത് ECG എടുക്കാമെന്ന് പറഞ്ഞു. ECG എടുത്തപ്പോൾ നല്ല വേരിയേഷൻ ഇതേപോലെ തന്നെ കാണിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് ആൻജിയോഗ്രാം ചെയ്യണം. അപ്പോൾ അങ്കിളിന് ഹാർട്ട് ബീറ്റിന് എന്തോ ചെറിയ രീതിയിലൊരു പ്രശ്നം ഉണ്ടായിരുന്നതായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് ECG ചെയ്യാമെന്ന് പറഞ്ഞു. ECG ചെയ്തു. അപ്പോൾ ഈ വേരിയേഷൻ കാണിച്ചപ്പോൾ ആൻജിയോഗ്രാം ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു ബ്ലോക്ക് ഉണ്ട്, വലിയ ബ്ലോക്കാണ്, അതായത് ആൻജിയോപ്ലാസ്റ്റി ചെയ്താൽ പോരാ, കീ ഹോളും പറ്റത്തില്ല, ഓപ്പൺ സർജറി തന്നെ ചെയ്യണം. അങ്കിൾ സൗത്ത് ആഫ്രിക്കയിലാണ്. അപ്പം ഒരു ലോങ് പ്രോസസ്സായിരുന്നു ആ സമയത്ത്. അപ്പം ഞങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചു. അമ്മയും ഞാനും ആൻറ്റിമാരൊക്കെ ഉടമ്പടി എടുത്ത് ഞങ്ങളെല്ലാവരും ഈ സമയങ്ങളിൽ മൊത്തം ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പം എല്ലാം കഴിഞ്ഞു. വൈകുന്നേരമായപ്പോൾ ഡോക്ടർ പറഞ്ഞു ഈ പ്രോസസ്സ് ചെയ്ത് അവസാനമായപ്പോൾ പെട്ടെന്ന് പ്രഷറൊക്കെ താഴ്ന്നു പോയി. അപ്പോൾ ഡോക്ടർ വരെ പേടിച്ചു പോയൊരു സമയമായിരുന്നു. പക്ഷേ ഡോക്ടർ പറഞ്ഞ ആ സമയത്ത് തന്നെ ഹാർട്ട് പ്രവർത്തിച്ചു തുടങ്ങി. ആൾക്കിപ്പോൾ ഡിസ്ചാർജായി, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. മൂന്നാമത്തെ സാക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വെള്ളിയാഴ്ച അപ്പയുടെ ബ്രദേഴ്സും സിസ്റ്റേഴ്സും സൗത്ത് ആഫ്രിക്കയിലാണ്. അപ്പോൾ അവിടെ അവർ സ്കൂൾ നടത്തുക. അപ്പോൾ രാവിലെ ഇവർ മോർണിംഗിൽ സ്കൂളിൽ കുറച്ച് താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട് പോകാനായിട്ട്. അപ്പോൾ ഇവർ ഡ്രൈവ് ചെയ്താണ് പോകുന്നത്. അവർ സ്കൂളിൻ്റെ ഒരു വണ്ടിയുണ്ട്. അപ്പം അപ്പയുടെ ഏറ്റവും മൂത്ത സിസ്റ്ററിൻ്റെ ഹസ്ബൻഡും അപ്പയുടെ 2 ബ്രദേഴ്സും ഒരു ബ്രദറിൻ്റെ വൈഫും പിന്നെ കാറിൻ്റെ ഡ്രൈവറും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ പോകുന്ന വഴിക്ക് പെട്ടെന്ന് കുറച്ച് സ്ഥലം എത്തിയപ്പം ഇങ്ങനെ പോലീസുകാരെ പോലെ ആൾക്കാർ വന്ന് കൈ കാണിച്ചു. അപ്പോൾ അവർ ചെക്കിങ് ആവുന്ന രീതിയിൽ അവർ നിർത്തിയപ്പോൾ പക്ഷേ അത് ആൾക്കാർ ഇത് ചെയ്തിട്ട് കള്ളന്മാരായിരുന്നു, കിഡ്നാപ്പിംഗ് ആൾക്കാരായിരുന്നു. അവർ ഉടനെ സീറ്റിൽ കയറി ഇവരെല്ലാവരെയും ഫുള്ളി ഇങ്ങനെ അറ്റസ്റ്റാക്കി നിർത്തിയിട്ട് പോയി. ഒത്തിരി ദൂരം പോയി. ഇവർക്ക് തന്നെ ഭയങ്കര ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഒത്തിരി കാട് വഴികളിലൂടെയൊക്കെ പോയി.
ആ സെയിം സമയത്ത് തന്നെ നമ്മുടെ വീട്ടിൽ അപ്പയുടെ ആ സിസ്റ്ററിൻ്റെ മോളും പിന്നെ ഒരു ബ്രദറിൻ്റെ കൊച്ചിന് കൈ സർജറി കഴിഞ്ഞിട്ട് ഇരുന്നുകൊണ്ട് ആളും ഉണ്ടായിരുന്നു. ഈ സെയിം സമയത്ത് തന്നെ ഞങ്ങളുടെ വീട്ടിലും കയറി അവരെല്ലാവരെയും പുറകിൽ കൈയൊക്കെ കെട്ടി ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ചേച്ചിയുടെ അടുത്ത് കത്തിയൊക്കെ കാണിച്ച് ഇവരെല്ലാവരും പേടിച്ചു പോയി. ഒരു മെയ്ഡും ഉണ്ടായിരുന്നു. അപ്പം കുറച്ച് ദൂരെ കുറേ പോയി കഴിഞ്ഞപ്പം അപ്പയുടെ 2 ബ്രദേഴ്സിനെയും ഒരു ബ്രദറിൻ്റെ വൈഫിനെയും പിന്നെ ഈ ഡ്രൈവറിനെയും ഇവർ ഭയങ്കര ഒരു ആളൊന്നും ഇല്ലാത്ത ഒരു സ്ഥലത്ത് ഇവർ ഇറക്കി വിട്ടിട്ട് മറ്റേ ആ മെയിൻ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡിൻ്റെ പേരിലാണ് ശരിക്കും സ്കൂളൊക്കെ വന്നത്. അപ്പം ഹസ്ബൻഡിനെ മാത്രമായിട്ട് കൊണ്ടുപോയി. അപ്പോൾ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇവർ കുറേ നടന്ന് ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ ഒരു ടാക്സി ഡ്രൈവേഴ്സിനൊക്കെ എടുത്ത് ഇവർ ഒരു രീതിയിലാണ് വീട്ടിലെത്തിയത്. അപ്പോൾ ഇവരുടെ കയ്യിലുണ്ടായിരുന്ന ഫോണും കാശും എല്ലാവരും അടിച്ചുപോയി. എന്നിട്ട് വീട്ടിലപ്പം CIDകൾ വന്നപ്പോൾ നോക്കിയപ്പോൾ പറഞ്ഞു ഇങ്ങനെ ക്യാമറയിൽ ഇവർ വന്നപ്പോൾ മെയ്ഡ് ചിരിക്കുന്ന കണ്ട്. അപ്പോൾ മെയ്ഡിനെ കുറേ ക്വസ്റ്റ്യൻ ചെയ്തപ്പോഴാണ് മെയ്ഡും ഈ ഒരു ഗ്യാങ്ങിൻ്റെ ഉള്ള ആളാണെന്ന് മനസ്സിലായത്. അപ്പോൾ സാധാരണ രീതിയിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിയുമ്പം അവർ ഒരു 3-4 മണിക്കൂറിനുള്ളിൽ വിളിക്കണതാണ്. പക്ഷേ ഇത് രാവിലെ സംഭവിച്ചിട്ട് ഒരു കോളും ഇല്ല. അപ്പം ഞങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചു. അപ്പം അമ്മ ഇങ്ങനെ ലൈറ്റ് ഓഫ് ക്യാൻഡിലിട്ട് പ്രാർത്ഥിച്ചു, എന്തെങ്കിലും ഒരു ക്ലൂവോ എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ രാത്രിയപ്പോൾ അവർ വിളിച്ചിട്ട് നമ്മളോട് പറഞ്ഞു ഭയങ്കര വലിയൊരു എമൗണ്ട് കൊടുത്താലേ റിലീസ് ചെയ്യത്തുള്ളൂ എന്ന രീതിയിൽ പറഞ്ഞു. നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. കാരണം ഓൾറെഡി മറ്റേ അങ്കിളുടെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടിരിക്കുന്ന സമയം നമ്മൾക്കൊണ്ട് ഒട്ടും പറ്റത്തില്ലായിരുന്നു ആ എമൗണ്ട് കൊടുക്കാനായിട്ട്. അപ്പം നമ്മൾ വീണ്ടും പ്രാർത്ഥിച്ചു. അപ്പോൾ വീണ്ടും അവരിങ്ങനെ വിളിക്കുന്നുണ്ട്. നമുക്ക് അവരെ ട്രേസ് ചെയ്യാനും പറ്റാത്ത രീതിയിൽ, അവർ പല സ്ഥലത്തു നിന്ന് വിളിക്കുന്നുണ്ട്, നമുക്ക് ട്രേസ് ചെയ്യാനും പറ്റാത്ത രീതിയിലായിരുന്നു. അപ്പം അവർ കുറേ കഴിഞ്ഞു. സൺഡേ ആയി. മൺഡേ രാവിലെ ആയപ്പം ഒത്തിരി നമ്മൾ കുറേ പ്രാർത്ഥിച്ച് ഓരോ കോള് വിളിക്കുമ്പോഴും ഞങ്ങളെല്ലാവരും കുരിശിൻ്റെ വഴിയും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും എല്ലാവരും മാറി ചൊല്ലിക്കൊണ്ടിരിക്കുമായിരുന്നു. ആ സമയത്ത് അവർ വിളിച്ചിട്ട് ഒരു എമൗണ്ട് പറഞ്ഞു. അതെല്ലാം നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ളൊരു എമൗണ്ട് പറഞ്ഞു നിങ്ങൾ ഈ പൈസയായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ വിടാമെന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഇതിൽ ഒരു കുഴപ്പമില്ലാണ്ട് നമ്മൾ പൈസ കൊടുത്ത ആൾക്ക് ഒരു പോറൽ പോലും ഏൽക്കാതെ നമ്മൾ തിരിച്ച് വീട്ടിലെത്താൻ പറ്റി. ദൈവത്തിന് 1000 നന്ദി. അവസാനമായിട്ട് ഞാൻ പുറത്തേക്ക് ഹയർ സ്റ്റഡീസിന് നോക്കുമായിരുന്നു. അപ്പോൾ ഞാൻ IELTS എക്സാമിന് ഡേറ്റ് എടുത്തു. ഡേറ്റിൻ്റെ പ്രിൻ്റ് മെയിലിൽ സംഭവം വന്നപ്പോൾ ഞാനിവിടെ അച്ഛൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു. അച്ഛൻ തലയിൽ കഴിവെച്ച് കാശ് രൂപം തന്ന് നമുക്ക് പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് എക്സാമിന് പോവുക. അപ്പം ഞാൻ ഒരു രീതിയിലും ടെൻഷൻ ഉണ്ടെങ്കിലും ഞാൻ അങ്ങനെ കാണിക്കാത്ത ആളാണ്. എനിക്ക് കുറേയൊക്കെ ഞാൻ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ആളായിരുന്നു. പക്ഷെ അന്നത്തെ ദിവസം എനിക്ക് ഞാൻ എത്ര എക്സാംസ് എഴുതിയില്ല, ആദ്യമായിട്ട് ഇത്രയും ടെൻഷൻ അടിച്ച് ഞാൻ ഒരു എക്സാമിന് പോകുന്നത്. അപ്പം ഞാൻ ഞാൻ എക്സാമിന് പോകുന്നതിന് മുന്നേ അവർ വിളിക്കുന്നതിന് മുന്നേ ആ വാതിൽക്കൽ ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ച് ഉള്ളിൽ എന്നാലും ടെൻഷൻ അടിച്ചാൽ കയറുന്നത്. പക്ഷെ ഞാൻ ഉള്ളിൽ കയറി ചെല്ലുമ്പോൾ എന്തെന്ന് അറിയത്തില്ല ഭയങ്കരമായിട്ട് എന്നെ ചിരിച്ചാണ് വെൽക്കം ചെയ്യണത്. അതുകൊണ്ട് എനിക്ക് നല്ല രീതിയിൽ ചെയ്ത് എനിക്ക് നല്ലൊരു സ്കോർ ലഭിച്ചു. പിന്നെ എനിക്ക് ഹയർ സ്റ്റഡീസിന് പോകാനായിട്ട് APS എന്നൊരു സർട്ടിഫിക്കറ്റ് വേണമായിരുന്നു. അത് സാധാരണ രീതിയിൽ ഒരു 3 മാസം കഴിഞ്ഞിട്ട് അവർ തുടങ്ങത്തുള്ളൂ അതിൻ്റെ പ്രൊസീജിയർ. പക്ഷേ എനിക്ക് 2 മാസം തീരണതിന് മുന്നേ ആ സർട്ടിഫിക്കറ്റും കിട്ടി. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന തിരുക്കുമാരനും മാതാവിനും ഒത്തിരിയേറെ നന്ദി പറയുന്നു. ഞങ്ങൾ കാരുണ്യ പ്രവർത്തികൾ ചെയ്യും. ഞങ്ങൾക്ക് ഫെർട്ടിലൈസേഷൻ ഷോപ്പാണ്, അതായത് വളങ്ങൾ കീടനാശിനികളൊക്കെ വിൽക്കുന്ന കടയാണ്. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ ഒത്തിരി മനുഷ്യർ വരും. കാരണം ഒരു പാട്ടത്തിനൊക്കെ കൃഷി സ്ഥലങ്ങളെടുത്ത് ചെയ്യുന്നവരാണ്. അവർക്ക് ഇവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോയി കൃഷി ചെയ്ത് അതിൻ്റെ വീതം കിട്ടിയാലേ ഞങ്ങൾക്ക് തരാൻ പറ്റുള്ളൂ. അപ്പോൾ അവർ രോഗികളായിട്ടുള്ളവർ വരുന്നുണ്ട്. അങ്ങനെ അപ്പോൾ അവർക്കൊക്കെ നമ്മൾ ഒത്തിരി സഹായങ്ങൾ അവർക്കൊക്കെ ചെയ്യുന്നുണ്ട്. കാരുണ്യ പ്രവർത്തികൾ. അതെ, പിന്നെ പേപ്പർ കടയിൽ വരുന്ന ആൾക്കാർക്ക് കൊടുക്കും. എല്ലാ മാർക്കറ്റിനകത്താണ് ഞങ്ങളുടെ വീട്. അപ്പം ഞങ്ങൾ ആ മാർക്കറ്റിനകത്തുള്ള കടകളിലൊക്കെ ഈ ജാതി ഭേദമന്യേ എല്ലാവർക്കും കൊണ്ട് പേപ്പർ വിതരണം കൊടുക്കും. ഇതൊക്കെ ചെയ്യും. പിന്നെ ഒത്തിരി ഉടമ്പടി എടുത്ത പിന്നെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ. കാരണം നമുക്ക് എത്ര പ്രയാസങ്ങളുണ്ടായാലും നമുക്ക് ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എന്നിരുന്നാലും നമുക്ക് ഒരു മനസ്സിന് നേരത്തേക്കാണെങ്കിൽ മനസ്സിൽ എപ്പോഴും ഒരു നിരാശ പോലെയായിരുന്നു. അതല്ല, നമ്മൾ ഹാപ്പിയാണ്. എന്ത് പ്രശ്നങ്ങളുണ്ടായാലും നമുക്ക് ഹാപ്പിയാണ്. ഈ കടയിൽ ഞാൻ ഇങ്ങനെ ഒരു ദിവസം ഞാൻ രാത്രി കിടക്കുമ്പോൾ ഞാൻ സ്വപ്നം കാണുക, ജോസഫ് അച്ഛൻ ഞങ്ങളുടെ തൊട്ടപ്പുറത്തെ കടയിൽ വന്നിട്ട് അച്ഛൻ ആ കടയിൽ കയറാതെ ഞങ്ങളുടെ കടയിൽ കയറി ഞങ്ങളുടെ കട മുഴുവൻ വെഞ്ചിരിക്കുക. ഞാൻ ഓർക്കുന്നത് എന്താ ഇങ്ങനെ ഞാൻ സ്വപ്നം കാണുന്നു. അപ്പോൾ ഞാൻ ഈ കൃപാസനത്തിലെ എല്ലാ ഇതും കാണുമായിരുന്നു, സാക്ഷ്യങ്ങളൊക്കെ കാണുമായിരുന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അമ്മയുടെ സാന്നിധ്യം അറിയിക്കാനുള്ള
ഒരു ഇതായിരുന്നെന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. ഒത്തിരി അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ ചെറുതും വലുതുമായി മക്കളുടെ പഠന മേഖലകളിലെല്ലാം ആ സമയങ്ങളിൽ ഇവരുടെ അഡ്മിഷൻ്റെ സമയങ്ങൾ, ഇവരുടെ പരീക്ഷാ സമയങ്ങൾ എല്ലാം ഞാൻ ഇവിടെ അമ്മയോട് വന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അമ്മയെ കൈവിടല്ലേ എന്ന് പറഞ്ഞ് അമ്മയുടെ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. ആ അമ്മ കൈവിടാതെ തന്നെ ഞങ്ങളെ ഇങ്ങനെ മുന്നോട്ട് നയിക്കുന്നത്. ഇത്രയും അനുഗ്രഹങ്ങൾ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. ഈ മോളുടെ കാര്യം പറഞ്ഞാൽ മോള് വേറൊരു കോഴ്സും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവൾ 6:45 വീട്ടിൽ നിന്ന് പോയാൽ രാത്രി 8 മണിയാകുമ്പോഴേ വരുള്ളൂ. അപ്പോൾ ആ ഉള്ള സമയം കൊണ്ട് പല കുട്ടികളും IELTS ക്ലാസ് എടുത്ത് കൊടുക്കാമെന്ന് ചോദിക്കും. അവളത് ചെയ്യുന്നത്. അതാണ് അവളുടെ കാര്യപ്രവൃത്തി. പിന്നെ പേപ്പർ കൊടുക്കാൻ അവൾ വരുന്ന സമയത്ത് വരുന്ന വീടുകളിലും കടകളിലും ഒക്കെ കയറി ഇവിടുന്ന് പേപ്പർ വാങ്ങിച്ചു കൊണ്ടുപോയി വിതരണം ചെയ്യും. അതാണ് എൻ്റെ മോളുടെ കാര്യപ്രവൃത്തികൾ. എത്ര നന്ദി പറഞ്ഞാലും മതിയായില്ല. അതുപോലെ അനുഗ്രഹങ്ങൾ മാതാവ് ഓരോ കാര്യങ്ങളിലും മാതാവ് ഞങ്ങളുടെ കൂടെ ഇറങ്ങി വന്നു നിന്നാണ്. അമ്മ മുന്നേ, ഞാൻ ഏത് പ്രശ്നം ഉണ്ടായാലും അമ്മയാണ് മുന്നേ പോകേണ്ടത്, ഞാനല്ല പോകേണ്ടത്. എൻ്റെ ഹസ്ബൻഡിന് ആദ്യം വന്നപ്പോൾ ഞാൻ പിറ്റേ ദിവസം രാവിലെയാണ് ചെല്ലുന്നത്. അപ്പോഴും ഞാനും എൻ്റെ ഇളയ ഒരു മോനും മാത്രമേ വീട്ടിലുള്ളൂ. അപ്പം ഞാൻ പറയും, അമ്മ ആദ്യം പോകും, അത് കഴിഞ്ഞിട്ട് ഞാൻ പോവുള്ളൂ. അമ്മ പോയി അമ്മയെ സൗഖ്യം. കാരണം എനിക്ക് വേറെ ആരുമില്ല എന്ന് അമ്മയോട് ഞാൻ പറയും, വേറെ ആരുമില്ല, അമ്മയും തിരുക്കുമാരനും മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഞാൻ ഈ വീട്ടിൽ നിന്ന് ആര് പുറത്തു പോയാലും അമ്മയുടെ തൈലം കൊണ്ട് നെറ്റിയ വിശ്വാസ പ്രമാണം ചൊല്ലി കുരിശ് വരച്ച് ഇവർ സ്കൂളിൽ പോകുമ്പോഴും കോളേജിൽ പോകുമ്പോഴും എവിടെ പോയാലും അത് ചെയ്തിട്ട് മാത്രമേ ഇവരെ ഞാൻ പുറത്തേക്ക് വിടും. ഹസ്ബൻഡിനെ അതുപോലെ തന്നെ. അപ്പം നമ്മുടെ കടയിൽ വരുന്നവരോട് പോലും ഞാൻ ഈ പേപ്പർ കൊടുത്ത് നമുക്ക് കിട്ടിയ സാക്ഷ്യങ്ങളെല്ലാം അവരോട് പറയാറുണ്ടായിരുന്നു. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന. അതുപോലെ തന്നെ നമുക്ക് ഓരോ അച്ഛൻ്റെ ഓരോ യൂട്യൂബ് ധ്യാനങ്ങളും ഞാൻ ഓരോ സഹനങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ ഓർക്കണം. അപ്പോൾ അച്ഛൻ പറയും അതെല്ലാം നമുക്ക് നിത്യതയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്, അതെല്ലാം മനസ്സിലുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ എന്തൊക്കെ ഉണ്ടായാലും നമുക്ക് മനസ്സിലൊരു ടെൻഷനില്ല, എല്ലാം ഹാപ്പി ആയിട്ടാണ് നമ്മൾ പോകുന്നത്, ഒരു കുഴപ്പമില്ലാതെ. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പറയുന്നു.